പച്ചക്കറിക്കായത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റ ചൊല്ലി, കുഞ്ഞോളി കുമ്മാലി മാമുണ്ട് ചാഞ്ചാട്. പച്ചക്കറിക്കായത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റ ചൊല്ലി, കുഞ്ഞോളി കുമ്മാലി മാമുണ്ട് ചാഞ്ചാട്. എല്ലാവർക്കും നെത്യാസ്മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല നാടൻ മീൻ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഈന്തപ്പഴവും ഉണക്കമുന്തിരിയും കൊണ്ടുള്ള അച്ചാറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, ഒന്ന് കയറി കാണുക. അപ്പോൾ ഈ മീനച്ചാർ എന്ന് പറയുമ്പോൾ ഒരുവിധം പഴയ ആളുകൾക്കൊക്കെ അറിയാവുന്ന റെസിപ്പി തന്നെയാണ്. പക്ഷേ പുതിയ ആൾക്കാർക്ക് അതത്ര അറിവുണ്ടായിരിക്കില്ല. അപ്പോൾ ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. നമ്മളിവിടെ ചൂരമീനാണ് അച്ചാറിടാൻ പോകുന്നത്. അപ്പോൾ ചൂരമീൻ ഞാനിവിടെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ചെറിയ പീസായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. നല്ല കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതാകുമ്പോൾ നല്ല മസാലയൊക്കെ നന്നായി അതിൽ പിടിക്കും. അപ്പോൾ ഒരു മീഡിയം അളവിന് കട്ട് ചെയ്തെടുത്താലും കുഴപ്പമില്ല, ഒരുപാട് വലിയ പീസുകളാവരുത്. ഞാനിപ്പോൾ നല്ല കുഞ്ഞു പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നോർമൽ വാട്ടറിൽ കഴുകിയിട്ടുള്ള അല്ല വിനാഗിരിയോ ഉപ്പോ ഒന്നും ഇട്ട് വെച്ചിട്ടില്ല. നല്ല നോർമൽ വാട്ടറിൽ കഴുകി നല്ല ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യം നമുക്ക് ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം മുളക് പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ 1.5 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ മുളക് പൊടി പിന്നെ നമ്മൾ അച്ചാറിൻ്റെ കൂട്ട് റെഡിയാക്കുന്ന ടൈമിൽ ആഡ് ചെയ്യുക. അപ്പോൾ അതനുസരിച്ചിട്ട് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്താൽ മതി. ഇതിപ്പോൾ നല്ല എരിവുള്ള മുളകാണ്, കാശ്മീരി മുളക് പൊടിയല്ല ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ ഞാൻ 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. പിന്നെ 1/4 സ്പൂൺ ഉലുവാപ്പൊടിയാണ് ചേർത്തത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ കൂട്ട് വെള്ളം ഒഴിച്ചിട്ടല്ല മിക്സ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഈ പൊടികൾ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, അത് നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിൽ വെള്ളം ഒന്നും ചേർക്കുന്നില്ല, വെള്ളം ഒട്ടും ചേർക്കാതെ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് നമ്മളുടെ അച്ചാറിന്. അപ്പോൾ വെള്ളം തൊടേ വേണ്ട. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന മീനിന് ആവശ്യത്തിനുള്ള മസാല എടുക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ കുറച്ച് മീനല്ലേ എടുത്തിട്ടുള്ളൂ, അപ്പോൾ അതനുസരിച്ചിട്ടുള്ള മസാല ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ഇനി നന്നായി മീനിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ഒരു 1/2 മണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഈ മസാലയ്ക്ക് ഇതിൽ നന്നായി ഒന്ന് പിടിച്ച് വരട്ടെ. 1/2 മണിക്കൂർ ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ആ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്ത് മാത്രമല്ല കുറച്ച് മീനല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ റൗണ്ടിൽ തന്നെ നമുക്ക് ഫുള്ള് മീനും ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നന്നായി ഒന്ന് ഫ്രൈ ആയി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതായത് നമ്മുടെ മീനിപ്പോൾ ഏകദേശം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിത് ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടി ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിപ്പോൾ മീൻ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാ സൈഡും നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് വരാൻ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതാ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തെടുത്തത് ബാക്കി എണ്ണയുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ കടുകാണ് ചേർത്തത്. ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പം നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്ന എണ്ണയിൽ തന്നെയാണ് ഈ ബാക്കി അച്ചാറിൻ്റെ കൂട്ടും ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുറച്ചുകൂടി എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല എണ്ണ വേണം നമ്മൾ അച്ചാറിന് ടേസ്റ്റ് ആവാൻ. അപ്പോൾ എണ്ണയുടെ ക്വാണ്ടിറ്റി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി എണ്ണ ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണയിൽ തന്നെ അച്ചാർ ചെയ്തെടുക്കുമ്പോൾ അച്ചാറിന് ഒന്നുകൂടി ഒരു സ്വാദ് കൂടും. അപ്പോൾ ഈ കറിവേപ്പിലയൊക്കെ നന്നായി മൂത്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2 കൂട് വെളുത്തുള്ളിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 2 കൂട് വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് അല്ലികളാക്കി വെച്ചിട്ടുണ്ട്. കട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെയാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കഷ്ണം ഇഞ്ചി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് തീയായാൽ നമ്മളുടെ വെളുത്തുള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്തൊരു ഗോൾഡൻ ബ്രൗൺ കളറാകും. ആ ഒരു പരുവം എത്തുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1.5 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികൾ ചേർക്കുന്നതിന് മുമ്പ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പൊടികൾ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിമിലിട്ടാലും മതി. കാരണം തീ കൂടുതലാണെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായി സോട്ട് ചെയ്തെടുക്കാം. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഉലുവാപ്പൊടിയും കായവുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 സ്പൂൺ ഉലുവാപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ കായത്തിൻ്റെ പൊടി, ഒരു 1/4 സ്പൂൺ കായമാണ് കേട്ടോ ചേർത്തത്. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വിനാഗിരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വിനാഗിരിക്ക് പകരം നമുക്ക് പുളിവെള്ളം വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ, വിനാഗിരിയുടെ യൂസ് കുറയ്ക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിനാഗിരിയുടെ ചേർക്കുന്ന ആ ക്വാണ്ടിറ്റിയിൽ പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് 1 സ്പൂണോ മറ്റോ വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായി കുറുകി വരട്ടെ. എന്നാൽ നമ്മുടെ കൂട്ട് നന്നായി തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മീനിൻ്റെ എല്ലാ ഭാഗത്തും അരപ്പ് പിടിക്കുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരുപാട് നേരമൊന്നും വേണ്ട, ഒരു 2-3 മിനിറ്റും കൂടി നമ്മളിത് ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ മതി. അത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ അച്ചാറാണ്. മാത്രമല്ല ഒരുപാട് നാൾ കേട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്കിത് അരപ്പ് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതല്ല കുറച്ച് ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നേരം മീൻ ചേർത്തതിന് ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.